അങ്ങനെ വളരെ സന്തോഷകരമായൊരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. Sir, I beg to move to leave to introduce a bill to establish Employees Welfare Authority to confer the right on every employee to disconnect from work-related telephone calls and emails beyond working hours and on holidays, and right to refuse to answer calls and emails outside of work hours for all matters connected thereafter incidental. Therefore, it's a right to disconnect. Thank you. പല രാജ്യങ്ങളിലും ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. സോ നമ്മുടെ രാജ്യത്ത് മാത്രം ഇതെന്താ ഇല്ലാത്തതെന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ക്ലയൻറ്റ്സൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്തും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എന്ത് ഭാഗ്യമാണ്. അവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വെക്കേഷൻസിൽ പോയാലോ അല്ലെങ്കിൽ വർക്ക് ടൈം കഴിഞ്ഞാലോ അവരെയൊന്നും പിങ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ടൈമിനനുസരിച്ച് നമ്മൾ അവൈലബിൾ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് നമുക്ക് KPI അവിടെ സെറ്റ് ചെയ്യുക. ഈവൻ ദോ നമ്മുടെ ഷിഫ്റ്റ് അതല്ലെങ്കിൽ പോലും. സോ അതിന് ഇടുന്ന പേരുമാണ് അവൈലബിലിറ്റി എന്നുള്ള രീതിയിൽ. സോ അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. കാരണം എക്സ്പെഷ്യലി ഞാൻ പ്രീവിയസ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണിൻ്റെ സമയത്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് അമ്പലത്തിലായിരുന്നു. ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് ഇന്നപോലെ പ്രൊഡക്ഷനിൽ ബഗ് ഉണ്ട്, വരണം, അവൈലബിൾ ആവണം വിത്തിൻ 1 hour എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഞാൻ ഓടിപ്പിടിച്ച് വന്നിട്ട് ടൈമിൽ റിലേറ്റീവ്സ് എല്ലാം വീട്ടിലുള്ള സമയത്ത് ഞാനൊക്കെ ലാപ്ടോപ്പ് എടുത്ത് പോയി അതിൻ്റെ ബഗ് ഫിക്സ് ചെയ്യും, അത് ലൈവിലിടുക കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരിയാണ്, നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, നല്ല സാലറീസ് കിട്ടും, നല്ല ഹൈക്ക് കിട്ടും, എല്ലാം ഉണ്ടെങ്കിലും പക്ഷേ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് വേയിൽ നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മളിങ്ങനെ ചെയ്ത് ഇപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും എല്ലാ എംപ്ലോയീസും ചെയ്യണം എന്നുള്ള രീതിയിൽ മാനേജേഴ്സിന് തോന്നും. കാരണം അത് എന്നെ കൊണ്ട് പറ്റുമല്ലോ, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ തോന്നാം. അപ്പോൾ അങ്ങനെ ഒക്കെ വരുമ്പോഴത്തേക്കിന് അതൊരു ടോക്സിക് കൾച്ചറിലോട്ട് പോകും. മിക്ക കമ്പനികളിലും ടോക്സിക് കൾച്ചർ ഈ ഒരു പ്രശ്നം കൊണ്ട് ആണ് തുടങ്ങുന്നത്. കാരണം അവൈലബിലിറ്റി എന്നുള്ളൊരു പേരിൽ ഹോളിഡേയ്സിലും വർക്ക് ഷിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷമൊക്കെ വരണമെന്നുള്ള രീതിയിലായിരിക്കും ആദ്യമായിട്ട് ടോക്സിസിറ്റി തുടങ്ങുന്നത് പോലും. കാരണം ഈ പറയുന്ന പോലെ നമ്മുടെ മുന്നേ ഉള്ള ജനറേഷനിലുള്ള ആൾക്കാരെല്ലാവരും 9 to 6 അപ്പുറം വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു സൊസൈറ്റി ആണെങ്കിലും ഉണ്ടാക്കിയെടുത്തൊരു കമ്പനി ആണെങ്കിലും അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിരുന്ന നല്ല സുഖത്തിൽ സാലറി വാങ്ങിക്കുന്നത്. ഇതെന്തൊക്കെയാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവരൊക്കെ ആയിരിക്കും ഇപ്പോൾ ഒരു മാനേജർ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ചിലപ്പം മാനസികമായിട്ട് എടാ ഞങ്ങളൊക്കെ എന്തോ കഷ്ടപ്പെട്ടിട്ടാണ്, നിനക്കൊക്കെ കുറച്ച് നേരം ഒന്ന് വർക്ക് ചെയ്യാൻ പറയുമ്പോൾ നിനക്ക് പറ്റത്തില്ലേ എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നാം. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ വർക്ക് ലൈഫ് ബാലൻസ് കൂടുതലായിട്ട് നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കുകയും വേണം. സോ അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ ഒരു ബില്ല് എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു കാര്യം തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ പറയുക. ഇതുപോലുള്ള വീഡിയോസിനായി ഫോളോ ചെയ്യുക. താങ്ക്